ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതാണ്. ജി എസ് ടിയുടെ കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഒരു ഏകദേശം ഒരു 10 മാസത്തിലധികമായിട്ട് ജി എസ് ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെറിയ ചെറിയ ടിപ്പുകളായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ച ചോദ്യമാണ് ഡെഫിനിഷൻ എന്ന കാര്യം. അപ്പോൾ ശരിക്കും ആർട്ടിക്കിൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ശരിക്കും ഇത് പറയുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 366 12A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 101 അമെൻമെൻറ്റ് ആക്ട് 2016 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ഉണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് മീൻസ് എനി ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് or services or both, except supply of alcoholic liquor for human consumption എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക. എനി ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. നമുക്കറിയാലോ, ഗുഡ്സും സർവീസസുമാണ് നമ്മളിതിൽ വരുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ടുള്ളതിൻ്റെ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇവിടെ സെയിൽസ് മാത്രമല്ല, ഒരു വലിയ ബ്രോഡ് ടൈമാണ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്ചേഞ്ചാണ്, ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എക്സ്ചേഞ്ചിനെയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഇതിൽ പറയാം. നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക, ഇതിൻ്റെ സപ്ലൈയിൽ വരുന്ന ടാക്സ് എക്സെപ്റ്റ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ബിക്കോസ് ഓരോ സ്റ്റേറ്റിൻ്റെ കീഴിലാണ് സ്റ്റിൽ ആൽക്കഹോളുമായി ബന്ധപ്പെട്ട് ടാക്സ് ഇരിക്കുന്നത്. കാരണം വലിയൊരു സോഴ്സ് ഓഫ് ഇൻകമാണ്. അപ്പോൾ അത് ജി എസ് ടിയിൽ സ്റ്റിൽ വന്നിട്ടില്ല, അത് ജി എസ് ടിയിൽ ഉൾപ്പെടാത്തതാണ്. പിന്നെയും പ്രൊഡക്റ്റുകളുണ്ട്, പെട്രോളിയം അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റിൽ ജി എസ് ടിയിലേക്ക് വന്നിട്ടില്ല, അത് വേറൊരു സെക്ഷനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും യൂസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിറ്റാക്സ് ഇന്ത്യ. താങ്ക് യു.